അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം മുതൽ 43 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. വ്യാസ ഉവാച ഇത്യുക്ത്വാ ശങ്കരം കാവ്യശ്ചകാരവ്രതമുത്തമം ധൂമപാനരതഃ ശാന്തോ മന്ത്രാർത്ഥകൃതനിശ്ചയ. തതോ ദേവാ പരിജ്ഞാത്വാ കാവ്യം വ്രതരതം തദാ ദൈത്യാൻ ദംഭരതാംശ്ചൈവ ബഭൂവുർമന്ത്രതൽപരാ. വിചാര്യ മനസാ സർവേ സംഗ്രാമായോദ്യതാ നൃപാ. യുയുധൃധൃതായുധാസ്തത്ര യത്ര തേ ദാനവോത്തമാ. താനാഗതാൻ സമീക്ഷ്യാധാസായുധാൻ ദംശിതാംസ്തഥാ. ആസംസ്തേ ഭയസംവിഘ്നാ ദൈത്യാ ദേവാൻ സമന്തത. ഉത്പേതു സഹസാ തേ വൈ സന്നദ്ധാൻ ഭയകർഷിതാ. അബ്രുവൻ വചനം തദ്ധ്യം തേ ദേവാൻ ബലദർപ്പിതാൻ. ന്യസ്തശസ്ത്രേ ഭഗവതി ആചാര്യേ വ്രതമാസ്ഥിതേ. ദത്വാ ഭയം പുരാ ദേവ സംപ്രാപ്ത നോ ജിഘാംസയാ. സത്യം വ ക്വഗതം ദേവാ ധർമ്മശ്ച ശ്രുതിനോദിത. ന്യസ്തശസ്ത്രാ ന ഹന്തവ്യാ ഭീതാശ്ച ശരണം ഗതാ. ദേവാ ഊചു ഭവദ്ഭിഃ പ്രേഷിത കാവ്യോ മന്ത്രാർത്ഥം കുഹകേന ച. തപോജ്ഞാനം ഹി യുഷ്മാകം തേന യുദ്ധ്യാമ ഏവ ഹി. സജ്ജാ ഭവന്തു യുദ്ധായ സംരബ്ധാ ശസ്ത്രപാണയ. ശത്രുഛിദ്രേണ ഹന്തവ്യ
ഏഷ ധർമ്മ സനാതന. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം ദൈത്യാ വിചാര്യ ച പരസ്പരം പലായനപരാ സർവേ നിർഗതാ ഭയവിഹ്വലാ. ശരണം ദാനവാ ജഗ്മുർഭീതാസ്തേ കാവ്യമാതരം ദൃഷ്ട്വാ താനതിസന്തപ്താനഭയം ച ദദാവധ. കാവ്യമാതോവാച ന ഭേതവ്യം ന ഭേതവ്യം ഭയം ത്യജത ദാനവാ. മത്സന്നിധൗ വർത്തമാനാൻ ന ഭീർഭവിതുമർഹതി. തച്ഛ്രുത്വാ വചനം ദൈത്യാ സ്ഥിതാസ്തത്ര ഗതവ്യഥാ. നിരായുധാ ഹ്യസംഭ്രാന്താസ്തത്രാശ്രമവരേ സുരാ. ദേവാസ്താൻ വിദ്രുതാൻ വീക്ഷ്യ ദാനവാംസ്തേ പദാനുഗാ. അഭിജഗ്മു പ്രസഹ്യൈതാനവിചാര്യ ബലാബലം. തത്രാഗതാസുരാ സർവേ ഹന്തും ദൈത്യാൻ സമുദ്യതാ. വാരിതാ കാവ്യമാത്രാപി ജഘ്നുസ്ഥാനാശ്രമസ്ഥിതാൻ. ഹന്യമാനാൻ സുരൈർദൃഷ്ട്വാ കാവ്യമാതാതിവേപിത. ഉവാച സർവാൻ സനിദ്രാംസ്തപസാ വൈ കരോമ്യഹം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയാ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസം പറഞ്ഞു, ഇപ്രകാരം ധൂമപാന നിരതനായി ശുക്രൻ താനും മന്ത്രം കിട്ടാനുഗ്രഹമായ വ്രതം തുടങ്ങി. ശുക്രൻ വ്രതത്തിലാണ് ദൈത്യരോ ഗർഭീതരുമായി ശക്രാദികൾ പരസ്പരം ചർച്ച തുടങ്ങി. ദേവന്മാരോ ആ സമയം യുദ്ധത്തിനു തയ്യാറായി ദാനവരെ നേരിടാനായി യാത്ര തിരിച്ചു. പടച്ചട്ടയണിഞ്ഞതാം ദേവന്മാരെ കണ്ട ദൈത്യർ പരിഭ്രമിച്ചല്ലോ, ഭയം നിറഞ്ഞുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദൈത്യന്മാരു എഴുന്നേറ്റു ബലവന്മാരാകും ദേവസംഘത്തോടു സത്യമായി ഏവം പറഞ്ഞു. ആചാര്യൻ വ്രതത്തിലാണ് ആദ്യം നിങ്ങൾ ഞങ്ങൾക്കേകി അഭയത്തെ എന്നിട്ടിപ്പോൾ യുദ്ധം ചെയ്യുന്നു. നിങ്ങളുടെ സത്യധർമാദികളെ വീടേക്കു പോയി ആയുധം ഉപേക്ഷിച്ചോരെ വധിച്ചിടാമോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവന്മാർ പറഞ്ഞു, മന്ത്രലബ്ധിക്കല്ലേ ശുക്രൻ പോയതെന്നു പറയുക. നിങ്ങളുടെ തപം പോലും വാസ്തവമല്ല. ആയുധമെടുക്കൂ, യുദ്ധം ചെയ്യൂ നിങ്ങൾ. തക്കം പാർത്ത ശത്രുവിനെ കൊന്നിടണം എന്നു നിയമം. വ്യാസം പറഞ്ഞു, ദൈത്യന്മാരോ ആലോചിച്ചു ദേവന്മാരെ യുദ്ധത്തിങ്കൽ ജയിക്കുവാനാകില്ലല്ലോ, ഓടിപ്പോയിടാം. ഭയപ്പെട്ട ദൈത്യന്മാരോ ശുക്രമാതാവിനെ കണ്ടു. ശുക്രമാതാ അവർക്കപ്പോൾ അഭയം നൽകി. അമ്മേ ദേവി
ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ശുക്രമാതാവ് പറഞ്ഞു, ഭയം വേണ്ട, ഭയം വേണ്ട ദാനവരെ, ഭയം വെടിയുവിൻ നിങ്ങൾ, ഭയം വേണ്ട എന്നടുത്ത് നിന്നിടും നേരം. വാക്കു കേട്ടു ആയുധങ്ങളില്ലാത്തവരാണെങ്കിൽ അവരെല്ലാം സ്വസ്ഥരായി അവിടെ നിന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദൈത്യജനത്തിൻ പിന്നാലെ ദേവജനം എത്തിച്ചേർന്നു. ദൈത്യ ഗുരുമാതാ തന്റെ ആശ്രമം തന്നിൽ. അസൂരരെ കൊല്ലുവാനായി ദേവജനം ഒരുമ്പെട്ടു. കാവ്യമാതാ തടഞ്ഞിട്ടു ദൈത്യരെ കൊന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ശരണാഗതിയായോരെ കൊല്ലുന്നതു കണ്ട നേരം സർവരെയും ഉറക്കുവാൻ അമ്മയുറച്ചു. ശുക്രമാതാ ഉറച്ചു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, അമ്മേ ശരണം, കാളി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളീ ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മീ നമഃ. ശ്രീ മഹാസരസ്വതീ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം മുതൽ 43 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. വേദവ്യാസൻ ജനമേജയനോട് പറയുന്നു, ഇത്യുക്ത്വാ ശങ്കരം കാവ്യശ്ചകാര വ്രതമുത്തമം ധൂമപാനരതശാന്തോ മന്ത്രാർത്ഥകൃത നിശ്ചയ. സാക്ഷാൽ മഹാദേവനോട് ബൃഹസ്പതിക്ക് അറിയാത്ത ഒരു മന്ത്രശക്തി എനിക്കുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പൂർണ്ണം വർഷസഹസ്രം 1000 വർഷങ്ങൾ പൂർണ്ണമായി കിഴക്കാന്തൂക്കായി കണധൂമമവാക്ഷിര എന്ന്, അങ്ങനെ കിഴക്കുന്തൂക്കായി കിടന്ന് കണധൂമം പാനം ചെയ്യുന്ന പക്ഷം അങ്ങയ്ക്ക് നന്മയുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ശുക്രാചാര്യര് ധൂമപാന നിരതനായി ശാന്തനായി മന്ത്രാർത്ഥകൃത നിശ്ചയ, മന്ത്രലബ്ധിയിൽ ഉറച്ച വിശ്വാസത്തോടെ അത്യുത്തമമായിരിക്കുന്ന വ്രതമുത്തമം കാവ്യശ്ചകാര, ഉത്തമമായ വ്രതത്തെ ശുക്രാചാര്യൻ അനുഷ്ഠിക്കാൻ തുടങ്ങി. തതോ ദേവാ പരിജ്ഞാത്വാ കാവ്യം വ്രതരതം തദാ. ഇത് ദേവന്മാര് ഉടനെ തന്നെ മനസ്സിലാക്കി. അവർ പരസ്പരം ആലോചിച്ചു. ദൈത്യാൻ ദംഭരതാംശ്ചൈവ ബഭൂർ മന്ത്രതൽപര. ശുക്രാചാര്യർ വ്രതത്തിൽ നിഷ്ഠയോടുകൂടി ഇരിക്കുകയാണെന്നും അസുരന്മാർ അതുകൊണ്ട് അഹങ്കരിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി ദേവന്മാര് അവരാലോചിച്ചു. വിചാര്യ മനസാ സർവേ സംഗ്രാമായോദ്യത നൃപാം. രാജാവേ, ദേവന്മാരൊക്കെ ഉറച്ച തീരുമാനമെടുത്തു. എന്തിനാ അത്? യുദ്ധത്തിന് തയ്യാറാവാൻ. അങ്ങനെ യുദ്ധത്തിന് തയ്യാറായി. യുയുധുർ ധൃതായുധാസ്തത്ര യത്ര തേ ദാനവോത്തമ.
ദാനവോത്തവന്മാര്, ദാനവശ്രേഷ്ഠന്മാര്, അസുരന്മാരുള്ള സ്ഥലത്തേക്ക് ആയുധങ്ങൾ ധരിച്ചും കൊണ്ട് ദേവന്മാര് പുറപ്പെട്ടു. താനാഗതാൻ സമീക്ഷ്യാധാസായുഗാൻ ദംശിതാംസ്തഥാ ആസംസ്തേ ഭയസംവിഗ്നാ ദൈത്യ ദേവാൻ സമന്തത. പടച്ചട്ടയണിഞ്ഞ് ആ ആയുധങ്ങളോടുകൂടി ദേവന്മാർ തങ്ങളുടെ നേർക്ക് വരണം കണ്ടപ്പോൾ ദാനവന്മാര് ഭയസന്ത്രസ്തരായി വല്ലാതെ പേടിച്ചുപോയി. ഉൽപ്പേതു സഹസാതേവൈ സന്നദ്ധാൻ ഭയകർഷിത അബ്രുവൻ വചനം തഥ്യം തേ ദേവാൻ ബലതർപ്പിതാൻ. ആ ദൈത്യന്മാര് പേടിച്ചിട്ട് ഭയകർഷിത ചാടി എഴുന്നേറ്റ് ആ ബലം കൊണ്ട് അഹങ്കരിക്കുന്ന യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുന്ന ദേവന്മാരോട് പറഞ്ഞു. അബ്രുവൻ വചനം തഥ്യം. എന്താ പറഞ്ഞത്? ന്യസ്തശസ്ത്രേ ഭഗവതി ആചാര്യേ വ്രതമാസ്ഥിതേ. ഞങ്ങളുടെ ആചാര്യൻ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ചു, വ്രതനിഷ്ഠനായിരിക്കുന്നു. ദേവന്മാരെ ദത്വാഭയം പുരാ ദേവ സംപ്രാപ്താനോ ജിഖാംസയ. നിങ്ങൾ ആദ്യം ഞങ്ങൾക്ക് അഭയം തന്നിട്ട് ഇപ്പൊ ഞങ്ങളെ വധിക്കാൻ ജിഖാംസയ കൊല്ലാൻ വേണ്ടി വരികയാണോ? സത്യം വ ക്വ ഗതം ദേവ ധർമ്മശ്ച ശ്രുതിനോദിത ന്യസ്തശസ്ത്ര ന ഹന്തവ്യ ഭീതാശ്ച ശരണം ഗത. നിങ്ങളുടെ സത്യവും നിങ്ങളുടെ വേദനിഷ്ഠമായിരിക്കുന്ന ധർമ്മവും അതൊക്കെ എവിടെ പോയി? ആയുധം വെടിഞ്ഞ ആളുകൾ ന്യസ്തശസ്ത്ര ന ഹന്തവ്യ, അവരെ കൊല്ലാൻ പാടില്ല. അതേപോലെ ഭീതാശ്ച ശരണം ഗത, ഭയപ്പെട്ട ആളുകളെയും ശരണാഗതിയായിട്ടുള്ള ആളുകളെയും കൊല്ലാൻ പാടില്ല എന്നാണ്. അതാണ് ധർമ്മം. ദേവന്മാര് പറഞ്ഞു, ഭവദ്ഭി പ്രേഷിത കാവ്യോ മന്ത്രാർത്ഥം കുഹകേനച്ച. മന്ത്രലബ്ധിക്ക് വേണ്ടി നിങ്ങൾ ശുക്രാചാര്യ അയച്ചേക്കാണ് അല്ലേ? തപോജ്ഞാനം ഹി ഉഷ്മാകം തേന യുദ്ധ്യാമ ഏവഹി. നിങ്ങളുടെ തപസ്സും ജ്ഞാനവും വെറും ഭോഷ്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ യുദ്ധം ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. സജ്ജാ ഭവന്തു യുദ്ധായ സംരബ്ധ ശസ്ത്രപാണയ ശത്രു ഛിദ്രേണ ഹന്തവ്യ ഏഷ ധർമ്മ സനാതന. ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? അപ്പൊ എന്താണ് ശാശ്വതമായ നിയമം, സനാതനമായ ധർമ്മം? ആയുധമേന്തി യുദ്ധത്തിൽ ഒരുങ്ങുക, തക്കം പാർത്ത് ശത്രുവിനെ കൊല്ലണം. ശത്രുവിന് ശക്തിയില്ലാതെയായാൽ ആ സമയം അവന് ഇല്ലാതാക്കണം എന്നാണ് ശാശ്വതമായ ധർമ്മം, നിയമം. വ്യാസം പറഞ്ഞു, തച്ഛുത്വാ വചനം ദൈത്യ വിചാര്യ ച പരസ്പരം പലായന പരാ സർവേ നിർഗത ഭയവിഹ്വല. അപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദൈത്യന്മാര് അവരാലോചിച്ചു, ദേവന്മാരെ അപ്പോൾ യുദ്ധത്തിൽ ജയിക്കാനാവില്ല എന്ന് മനസ്സിലായി. അവരൊക്കെ അവിടുന്ന് പലായന പരാസർവേ നിർഗത ഭയവിഹ്വല, അവരിന്ന് പലായനം ചെയ്ത് ഓടിപ്പോയി. ശരണം ദാനവാജഗ്മുർഭീതാസ്തേ കാവ്യമാതരം ദൃഷ്ട്വാ താനതി സന്തപ്താനഭയം ച ദദാവധാം. ദാനവന്മാര് പേടിച്ചു. ഇനി എന്തേ ഒരു വഴിയുള്ളൂ? ആ ശുക്രന്റെ മാതാവിനെ, കാവ്യ മാതാവിനെ ശരണം പ്രാപിക്കുക. അവർ വല്ലാതെ ദുഃഖിതരാണെന്ന് കണ്ടപ്പോ ആ ദേവി ശുക്രന്റെ അമ്മ പറഞ്ഞു, കാവ്യമാതോ വാച. കാവ്യന്റെ മാതാവ് പറയുകയാണ്, നഭേതവ്യം നഭേതവ്യം. നിങ്ങൾ പേടിക്കേണ്ട. ഭയം ത്യജത ദാനവ. നിങ്ങൾ ഭയം ഉപേക്ഷിക്കൂ. മത്സന്നിധവും വർത്തമാനാന്ന ഭീർ ഭവിതുമർഹതി. എൻ്റെ അടുത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് ഭയക്കാൻ അവകാശമില്ല, ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. തച്ഛുത്വാ വചനം ദൈത്യ സ്ഥിതാസ്തത്ര ഗതവ്യഥാ നിരായുധാഹ്യ സംഭ്രാന്താസ്തത്രാശ്രമവരേ അസുര. ആ കാവ്യമാതാവിൻ്റെ, ശുക്രാചാര്യരുടെ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോ ആയുധമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവരെ ഗതവ്യഥ, അല്ലലില്ലാതെ ഒട്ടും സംഭ്രമിക്കാതെ ആ ആശ്രമത്തിൽ തന്നെ നിന്നു. ദേവാസ്താൻ വിദ്രുതാൻ വീക്ഷ്യ ദാനവാംസ്തേ പദാനുഗ അഭിജഗ്മു പ്രസഹ്യേതേനഭിചാര്യ ബലാബലം. ദൈത്യന്മാര് ഭയപ്പെട്ട് ഓടിപ്പോയി എന്ന് കണ്ടപ്പോ ദേവന്മാര് ബലാബലം നോക്കിയില്ല. അവര് പേടിച്ച് ഓടിപ്പോക്കോട്ടെ, പിന്നെ അവരുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. പക്ഷേ ദേവന്മാര് പിന്നാലെ ചെന്ന് ആ കാവ്യമാതാവിൻ്റെ, ശുക്രാചാര്യരുടെ
അമ്മയുടെ ആശ്രമത്തിലേക്ക് അവരുടെ ആ ശക്തി ഉപയോഗിച്ച് അങ്ങോട്ട് കടന്നു. തത്രാഗതാസുരാ സർവേ ഹന്തും ദൈത്യാൻ സമുദ്യതാം വാരിത കാവ്യമാത്രാപി ജഘ്നുസ്ഥാനാശ്രമസ്ഥിതാൻ. ആ തൻ്റെ ആശ്രമത്തിലേക്ക് വന്ന ദേവന്മാര് അവരൊക്കെ അസുരന്മാരെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുമ്പോൾ കാവ്യമാതാവ് തടഞ്ഞു. വാരിത കാവ്യമാത്രാപി. എന്നിട്ടും ആശ്രമത്തിൽ നിന്നിരുന്ന ദൈത്യരെ അവര് വിട്ടില്ല. ആര്? ദേവന്മാര്. ദേവന്മാര് കാവ്യമാതാവ് പറയുന്നത് അല്ലെങ്കിൽ ശുക്രാചാര്യരുടെ അമ്മ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവര് ബലം കൊണ്ട് അഹങ്കരിച്ച് താരതമ്യേന ബലം കുറഞ്ഞ അസുരന്മാരുമായിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോ ആശ്രമത്തിൽ നിന്ന ദൈത്യന്മാരെ അവർ വിടാതെ പിന്തുടർന്നു ആക്രമിക്കുന്നു. ഹന്യമാനാൻ സുരൈ ദൃഷ്ട്വാ കാവ്യമാതാതിവേപിതാം. ദേവന്മാര് തന്നെ അഭയം പ്രാപിച്ച ആളുകളെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ദയയില്ലാതെ അവരെ കൊല്ലണ കണ്ടപ്പോ കാവ്യമാത അതിവേപിത, അതിവേപിതയായ വല്ലാതെ ആ പരിഭ്രമിച്ച് വിറച്ച് കാവ്യമാതാവ് ദേവേന്ദ്രാദികളോട് പറഞ്ഞു. ഉവാച സർവാൻ സനിദ്രാം തപസാ വൈ കരോമ്യഹം. തപോബലം കൊണ്ട് ഞാൻ സകലരെയും ഇപ്പോ ഉറക്കിക്കളയാൻ പോവാണ്. എല്ലാവരും കിടന്ന് ഉറങ്ങട്ടെ എന്ന് കാവ്യമാതാവ് ആ ശുക്രാചാര്യരുടെ അമ്മ പറയുന്നിടത്താണ് അസുരന്മാർക്ക് രക്ഷ കൊടുക്കാൻ ആ ദേവി പുറപ്പെടുന്ന സമയത്താണ് നമ്മൾ ഇന്ന് ഈ അക്ഷരപൂജ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. നാളെ 44-ാമത്തെ ശ്ലോകം മുതൽ 57 കൂടിയുള്ള ശ്ലോകങ്ങളെ നമുക്ക് അനുസ്മരിക്കാൻ ഭഗവതി അനുഗ്രഹവും അനുവാദവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.